ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം കേരളത്തിൽ എത്രമാത്രം എയർ പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കുവാനാണ് ഗൂഗിളിൽ ഒരു സെർച്ച് നടത്തിയത്. അപ്പോഴിതാ ഗൂഗിളിൽ ഒരു വലിയ റിപ്പോർട്ട് കിടപ്പുണ്ട്. 2022 റിപ്പോർട്ടാണ്. IQ എയർ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ആകമാനമുള്ള രാജ്യങ്ങളുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉള്ള നഗരങ്ങളിൽ ആദ്യത്തെ 10ൽ 6 നഗരങ്ങൾ ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാനിലെയും ചൈനയിലെയും നഗരങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിലെയും ഡൽഹിയിലെയും ഒക്കെ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ നഗരങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ 10ൽ 6 നഗരങ്ങൾ ഇന്ത്യയിലാണെന്നും ആദ്യത്തെ 20 സ്ഥാനങ്ങളുള്ളതിൽ അതിൽ 14 നഗരങ്ങൾ ഇന്ത്യയിലാണെന്നും ആദ്യത്തെ 50 നഗരങ്ങളിൽ 39 ഇന്ത്യയിലാണെന്നും ആദ്യത്തെ 100 നഗരങ്ങളിൽ 65 എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള നഗരങ്ങൾ ഇന്ത്യയിലാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകത്താകമാനം ഒരു വർഷം എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുവാനായിട്ട് 700 ലക്ഷം കോടി ഡോളറാണ് ചെലവാക്കുന്നത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു വർഷം എയർ പൊല്യൂഷൻ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 12 ലക്ഷം കോടി ഡോളർ ചെലവാക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. വേൾഡ് GDPയുടെ 6.1% എയർ പൊല്യൂഷൻ പരിഹരിക്കുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം കൂടി ചെലവാക്കുന്ന ഈ 700 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ലോകത്താകമാനം ഓരോ വർഷവും 60 ലക്ഷം പേരാണ് എയർ പൊല്യൂഷൻ കാരണം മരണമടയുന്നത് എന്നും പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വലിച്ച് അടുത്ത പറമ്പിലേക്ക് എറിയുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക. കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും ഇവിടുത്തെ നഗരങ്ങളുമൊക്കെ എയർ പൊല്യൂഷൻ്റെ ആ ലിസ്റ്റിലേക്ക് കടന്നു കൂടുന്ന കാലം വിദൂരമല്ല.